പാഡും കൂടി ഉണ്ട് നിപ്പിള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച നിപ്പിള്, ഇതാണ് ബ്രാ. ഞെട്ടിയില്ലേ? ഞെട്ടി കുട്ടിമാമ, ഞാൻ ഞെട്ടി. ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലെ ഒരു വിന്നർ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. ഇയാളുടെ പേരാണ് മാളവിക അനിൽകുമാർ. ഞാൻ പുള്ളിക്കാരുടെ വീഡിയോസ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഐഡിയ സ്റ്റാർ സിംഗർ അങ്ങനെ അതിഭീകരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിത്വമല്ല. അതുകൊണ്ട് എനിക്കിത് വലിയ പിടുത്തമില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കുമ്പോൾ ദാണ്ട്ര കിടക്കുന്ന ഇന്ന സാമാന്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്തരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ കാരണം നോക്കിയപ്പോഴാണ് കാരണം വൻ കോമഡിയാണെന്ന് നമുക്ക് മനസ്സിലായത്. ആദ്യം നമുക്ക് ഇതെന്താ സംഭവം ഒന്ന് നോക്കാം. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. വിഷയം എന്ന് പറഞ്ഞാൽ ഈ മാളവിക നല്ലൊരു ഗായികയാണ്. അപ്പൊ ഇവർ ഈ നൊട്ടേഷൻസ് ഇടുക എന്നുള്ളതാണ് ഇവര് ഇൻസ്റ്റാഗ്രാമിലൂടെ ചെയ്യുന്ന പരിപാടി. ഈ നൊട്ടേഷൻ എന്താണെന്ന് ഈ മ്യൂസിക്കിനെ കുറിച്ച് അറിയാവുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. നമുക്കൊന്നും ഒരു തേങ്ങയും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഈ നൊട്ടേഷൻ എന്തിനാണ് സംഭവം ഞാൻ അത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് മറ്റേ ഇറങ്ങിയോടി വരുമൊരു മൂഢനായ കാട്ടുകടുവയെ. ഈ ബ്യൂട്ടിഫുൾ ഗാനം നമുക്കൊന്ന് നൊട്ടേറ്റ് ചെയ്ത് നോക്കിയാലോ? ഇത് കല്യാണി രാഗത്തിലാണ്. ഇതാണ് ഈ നൊട്ടേഷൻ എന്ന് പറയുന്ന സാധനം. ഇത് മ്യൂസിക്കിനെ കുറിച്ച് അറിയാവുന്നവർ പറയുന്നത് ഇതിങ്ങനെ ഒരു പാട്ട് കിട്ടിയ അല്ലെങ്കിൽ ഒരു മ്യൂസിക് കിട്ടി കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ നൊട്ടേറ്റ് ചെയ്യുന്നത് ഭയങ്കര പ്രയാസമുള്ള പരിപാടിയാണ്. പാട്ടിനെ പറ്റി ഒരു കണി അറിയാത്ത നമ്മൾ ഇരുന്ന് നോക്കുമ്പോഴത്തേന് ഇത്ര ഉള്ള സംഭവം. പക്ഷെ ഇത് ഭയങ്കര കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. ഈ സാധനമാണ് പുള്ളിക്കാരുടെ മെയിൻ കണ്ടന്റ്. അങ്ങനെ പുള്ളിക്കാരി ഇട്ട ഒരു വീഡിയോക്കകത്ത് പുള്ളിക്കാരിയുടെ ഈ നിപ്പിള് ചെറുതായിട്ടൊന്ന് വിസിബിൾ ആയപ്പോഴത്തേന് കമന്റ് ബോക്സിൽ കമന്റുകളുടെ പെരുമഴ. ഈ കമന്റുകൾക്കുള്ള റിപ്ലൈ ആണ് നമ്മൾ ആദ്യം കേട്ട സാധനം. അതായത് കമന്റ് ഇട്ടവരെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഇതാണ് സംഭവം. നമുക്കിനി പുള്ളിക്കാരിയുടെ ആ ഒരു റിയാക്ഷൻ ഒന്ന് കാണാം. എന്തരാണ് സംഭവം, പുള്ളിക്കാരിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ള എന്താണ് നമുക്കൊന്ന് കേട്ടു നോക്കാം. നിനക്കൊരു ബ്രാ ഇട്ട് നടന്നൂടെ, ഇത് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന എൻ്റെ കമൻസ് ഇട്ട് എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ചോദിച്ചൊരു സാധനം ഞാൻ ക്ലാരിഫൈ ചെയ്തുതരാം. ഇതാണ് സ്ത്രീകൾ ഇടുന്ന ബ്രാ. ഇത് പ്രത്യേകിച്ച് ഒരു പാഡും കൂടി ഉണ്ട് നിപ്പിള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച നിപ്പിള്, ഇതാണ് ബ്രാ. ഞെട്ടിയില്ലേ? ഞെട്ടി, ശരിക്കും ഞെട്ടി. അതായത് ഇമാതിരി റിപ്ലൈ കൊടുക്കുന്നത് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. വളരെ ബോൾഡ് ആയിട്ടുള്ള റിപ്ലൈ, വളരെ മെച്ചകരമായ കമന്റ് ഇടുന്നവർക്കുള്ള റിപ്ലൈ ഒരുത്തരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനൊരു സാധനം. അതായത് മറ്റേ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, വീണ്ടും ഞാൻ അതങ്ങനെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ആ വീഡിയോയിലും ഇതേ ഡ്രസ്സ് തന്നെ ഇട്ടിരുന്നേ. ഇതേ ഡ്രസ്സ് ഇട്ടപ്പോഴാണ് ഇതേപോലെ മുഴച്ചു നിന്നപ്പോൾ ഇതേപോലെ ആൾക്കാർക്ക് കമന്റ് ബോക്സിൽ കുരു പൊട്ടിയത്. അതേ ആൾക്കാരുടെ അതേ കുരു എഗ് പൊട്ടിക്കാനായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് പുള്ളിക്കാരി വന്നിട്ടുള്ളത്. ബാക്കിയായി പുതിയ ഇൻഫർമേഷൻ അല്ലേ, എനിക്കറിയാം അത് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ, ഇതൊക്കെ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇല്ല, ആ ഒരു അഭിപ്രായത്തിനോട് മാത്രം ഞാൻ എതിരാട്ടോ. ഇതൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവില്ലേ, അത് ബ്രാ ഇട്ടാലും ഇതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണും, ആ ഒരു അഭിപ്രായത്തോട് ഞാൻ എതിരഭിപ്രായം എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് അല്ലെങ്കിൽ യൂട്യൂബില് അല്ലെങ്കിൽ ഇതുപോലത്തുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലെല്ലാം ഒരുപാട് സ്ത്രീകളുണ്ട്. ഇതിനകത്ത് കുറെ സ്ത്രീകൾ, കുറച്ചധികം സ്ത്രീകൾ ഒന്ന് കാണിക്കണം. 4 പേരൊന്ന് കാണണം, എന്നാലേ ഇനി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു അൽഗോരിതം വർക്കാവത്തുള്ളൂ, അതുകൊണ്ട് ഒരു റീച്ചിലേക്ക് വരത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. മനഃപൂർവ്വം കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് കാണണം എന്ന ഉദ്ദേശത്തോടെ പ്രദർശിപ്പിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തപ്പോഴത്തേനും കുറച്ചാളുകൾ റീച്ചിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാ എന്ന് തെറ്റിദ്ധരിച്ചതാവാം ഈ സംഭവം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇൻസ്റ്റാഗ്രാം വർക്ക് ചെയ്യുമ്പോഴത്തേനും പെൺകുട്ടികൾക്ക് ഇതിൽ പെട്ടെന്ന് ഹിറ്റ് ആവാൻ പറ്റും. പെൺകുട്ടികൾക്ക് നമ്മൾ ഈ വലിയ PSC എക്സാം ഒക്കെ എഴുതുന്നവർ പറയത്തില്ല ആ എക്സാം ഞാൻ ക്രാക്ക് ചെയ്തു. അതേപോലെ ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം ക്രാക്ക് ചെയ്യാൻ പെൺകുട്ടികൾക്ക് ഒരു ഷോർട്ട് കട്ടാണ് ഈ സാധനം. ജസ്റ്റ് ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിബിൾ ആക്കുക, അല്ലെങ്കിൽ ഒന്ന് വേറെ കാണിക്കുക. കാണിച്ചു കഴിഞ്ഞാൽ സംഭവം കയറി റീച്ച് ആവും. ആൺകുട്ടികൾക്ക് ഇതേപോലെ ഒരു അൽഗോരിതം ഇല്ല. അതാണ് ആൺകുട്ടികളുടെ പ്രശ്നം. അപ്പൊ ഈ പെൺകുട്ടികളുടെ ഹിറ്റാകുന്ന അൽഗോരിതം ഉപയോഗിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ ചുറ്റുവട്ടം.
അങ്ങനെ ഒരു അൽഗോരിതമാണെന്ന് ലവ്മാര് തെറ്റിദ്ധരിച്ചായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ തെറ്റിദ്ധരിക്കാത്ത ഞരമ്പന്മാരും ഉണ്ട്, ഒരുപാട് ഞരമ്പന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ബാക്കി വെക്കാം. ഇത് ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് രണ്ടുപേർക്കും ഉള്ളതാണ് ഈ നിപ്പിൾ. നമ്മൾ ഈ ബ്രാ ഇടുന്നത് നിപ്പിൾ കവർ ചെയ്യാൻ വേണ്ടിയല്ല, ഞങ്ങളുടെ മസിൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. പ്രത്യേകിച്ച് പ്രസവിച്ച് കുട്ടികൾക്ക് പാല് കൊടുത്തൊക്കെ വരുന്ന സ്ത്രീകൾക്ക്, എന്നെ പോലുള്ള സ്ത്രീകൾക്ക് നെഞ്ചു തൂങ്ങും. അതിനു വേണ്ടി അതായത് പബ്ലിക്കായിട്ട് പുള്ളി പറയുന്നത് നിന്റെയൊക്കെ അമ്മമാർക്കും തൂങ്ങും എനിക്കും തൂങ്ങും എന്നാണ് പറയുന്നത്. അതായത് കമന്റ് ബോക്സിൽ ഇമാതിരി കമന്റ് ഇട്ട് എന്റെ തള്ളക്ക് വിളിക്കുന്ന പരിപാടിയാണ് ഈ ചെയ്തത്. സംഭവത്തിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഇപ്പൊ ഇങ്ങനെ ഒരു റീച്ച് ഉണ്ടാക്കാനായിട്ട് ചില പെൺകുട്ടികൾ ചെയ്താൽ പോലും അവരത് റീച്ച് ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്നതെന്ന് യുവന്മാർക്ക് അറിയാം. എന്നാലും അതിന്റെ താഴെ പോയി ഇമ്മാതിരി ആദ്യം നമ്മൾ കണ്ട പോലത്തെ കമന്റ് ഇടും. അതുകൊണ്ട് തന്നെ ഇതേപോലെ അബദ്ധവശാല് ചെയ്യുന്ന പെൺകുട്ടികൾക്കും ഇതുപോലെ വിസിബിൾ ആയി പോയി കഴിഞ്ഞാൽ യുവന്മാർ വന്ന് ഇതേ കമന്റ് ഇടും. ഞാൻ ഈ മാളവികയുടെ ഇൻസ്റ്റാഗ്രാം മൊത്തത്തിൽ ഒന്ന് പരതി നോക്കി. പരതി നോക്കിയപ്പോൾ പുള്ളിക്കാരി അശ്ലീലമായിട്ടുള്ള സാധനങ്ങൾ സംസാരിക്കുന്നില്ല, മോശമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നില്ല, എക്സ്പോസീവ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നില്ല, ശരീരഭാഗങ്ങൾ ഒന്നും കാണിക്കുന്നില്ല. വളരെ മാന്യമായിട്ട് പുള്ളിക്കാരി ഈ പറയുന്ന കഷ്ടപ്പാടുള്ള നൊട്ടേഷൻ ചെയ്ത് വെച്ചിട്ടാണ് പുള്ളിക്കാരി പോകുന്നത്. അപ്പൊ ആ നൊട്ടേഷൻ ഒരുത്തിനെ ശ്രദ്ധിച്ചില്ല. ലവ്മാരൊക്കെ നോട്ടത്തിന്റെ എന്തോ ഒരു പന്തികേട് അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ബേസിക് സംഭവം. പുള്ളിക്കാരി അങ്ങനെ அந்த மாதிரி பொண்ணு இந்த பொண்ணு கிடையாதுடா, அந்த பொண்ணு வேற பொண்ணு, മനസ്സിലായോ? അപ്പൊ നമ്മള് കമന്റ് ഇടുമ്പോഴത്തേനും ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ ഇടുക, അല്ലെങ്കിൽ ഇമാതിരി മറുപടി തന്ന് കമന്റ് ഇട്ടവന്മാര് വാരിപ്പെറുക്കി അലക്കുന്ന ഒരു സാധനത്തിലേക്ക് പോകും. നല്ല മികച്ച മറുപടി ആ കമന്റ് ഇട്ടവന്മാര് കണ്ടമ്പോഴേ ഇവിടുന്ന് മറുപടി ബാക്കി മാത്രമാണ് ഞാൻ ബ്രാ ഇടുന്നത്. അല്ലാണ്ട് നിങ്ങളെപ്പോലുള്ള ആഭാസന്മാര് നിപ്പിൾ കാണുമോ ക്ലീവേജ് കാണുമോ എന്നൊക്കെ നോക്കി നടക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് ഒരുപാട് പണിയുള്ളതല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ സഹതാപം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടാണ്. നിങ്ങളുടെ അമ്മമാര്, പെങ്ങന്മാര്, ഭാര്യമാര്, കുട്ടികൾ, അവരൊക്കെ എന്തോരം സഫർ ചെയ്യുന്നുണ്ടാകും. അവരുടെ ഈ നിപ്പിളോ ക്ലീവേജോ കാണുമ്പോഴേക്കും നിങ്ങളുടെ ടോക്സിസിറ്റി അങ്ങ് പുറത്തോട്ട് വരില്ലേ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നൂലേ. അപ്പൊ നമ്മുടെയും അൽഗോരിതം അൺലോക്ക് ആവുന്നു. പെൺകുട്ടികൾ കാണും. ഇപ്പൊ ഇവിടുന്ന് എന്താ സംഭവം എന്ന് വെച്ചാല് ഈ ഇവര് പറഞ്ഞതിൽ വളരെ വാലിഡ് ആയിട്ടുള്ള വളരെ റിലവന്റ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. ഒരു പെൺകുട്ടിയെ കണ്ട ഉടനെ ഇത് ചിന്തിക്കുന്ന ഒരുപാട് പയ്യന്മാരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ പ്രധാന ആശയം എന്ന് പറഞ്ഞാൽ ഈ ഒമേഗൾ ലൈവ് ആണ്. ഒമേഗൾ ലൈവില് ഒരു പെൺകുട്ടി വരുന്ന പറഞ്ഞാൽ 3 മീശ മുളയ്ക്കാത്ത പയ്യന്മാര്, ചെറുക്കന്മാര്, നരിന്തന്മാര്, ഇവന്മാര് ഈ പെൺകുട്ടിയെ കണ്ടെന്ന് ചോദിക്കുക ഒരു കളി തരുമോ. ആ പെൺകുട്ടി തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം വിളിച്ചു. പക്ഷെ ഇവന്മാര് ഒരു പെൺകുട്ടിയെ കാണുന്ന ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവന്മാർക്ക് മൂത്രം ഒഴിക്കാനല്ലാതെ എന്തിനെങ്കിലും അതിന് ഉപയോഗം ഉണ്ടോ എന്ന് അറിയാവുന്നുള്ളത് എനിക്കൊരു പിടിയില്ല. ഇവന്മാരൊക്കെ കൊച്ചിലെ പഴുത്താണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഇവന്മാരുടെ വീട്ടില് ഇവന്മാരുടെ പെങ്ങള് എങ്ങനെ സേഫ് ആവും? ഇവൻ കാണുന്നത് സ്ട്രേഞ്ചർ ആയിട്ടൊരു പെണ്ണിനോട് ഇവന് അങ്ങനെ ഒരു സെക്ഷൽ അട്രാക്ഷൻ ഇല്ല, ഇവനെ അറിയില്ല, ആ പെൺകുട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഒരു പെണ്ണെന്ന കൊണ്ട് മാത്രം കാണുന്ന ചോദിക്കുന്നത് കുട്ടികളെ തരുമോ, ഇതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവൻ എത്ര സ്ത്രീകളോട് ഇത് ചോദിച്ചിട്ടുണ്ടാവില്ല, എത്ര സ്ത്രീകൾ അത് ചിലപ്പോൾ ഇതിന് സമ്മതിച്ചിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഇതിനകത്ത് ബേസിക് കൺസെപ്റ്റ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ പെൺകുട്ടികളും ഇതേപോലെ അല്ല. നമ്മുടെ ഇപ്പൊ വന്നിരുന്ന് പറയുന്ന ആളെ പോലെ മാന്യമായിട്ടുള്ള രീതിയിൽ വീഡിയോസ് ഒക്കെ ഇടുന്ന ആളുകളും ഉണ്ട്. അപ്പോ അവരുടെ അടിയിൽ പോയി ഇങ്ങനെയൊക്കെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ വായിരിക്കുന്നൊക്കെ ഇതുപോലെ കേൾക്കേണ്ടി വരും. നമുക്ക് അവരുടെ വായിരിക്കുന്ന നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ റിപ്പബ്ലിക് ഡേയിൽ നമുക്കൊരു മാതൃകയാവാം. ഈ നിപ്പിൾ കവർ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് നിപ്പിൾ കവേഴ്സ്. അതിങ്ങനെ ഒട്ടിച്ച് വെക്കണം. പക്ഷെ ചിലർക്ക് സ്കിന്നിന് അലർജി വരും, ചിലർക്ക് സ്കിന്ന് പൊട്ടും. നിങ്ങൾ ഇല്ല ചൊറിഞ്ഞ് പൊട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഷർട്ട് ഊരിയിട്ട് 2 നിപ്പിൾ കവേഴ്സ് ഇവിടെ ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് എല്ലാവരോടും പറയണം, സഹോദരിമാരെ ഞങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് വികാരം വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വികാരം വരുന്നുണ്ടല്ലോ. അത് മാറ്റാൻ ഇന്ന് മുതൽ ഞങ്ങൾ നിപ്പിൾ കവേഴ്സ് ഇട്ടതിന് ശേഷം മാത്രമേ ഷർട്ട് ഇടുകയുള്ളൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുന്നു. അത് മാത്രമല്ല, മുട്ടിന് താഴെ ഇറങ്ങിയ കുർത്തയും അതിന് താഴെ ലൂസായിട്ടുള്ള മുണ്ടും മാത്രമേ ഞങ്ങൾ ഇടുള്ളൂ. കാരണം നിങ്ങളുടെ മറ്റേ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇതിനൊക്കെ എന്തെന്ന് റിയാക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ സംഭവം കൈവിട്ടു പോകും. അപ്പൊ മനസ്സിലായല്ലോ സംഭവം. നമ്മളൊരു പെൺകുട്ടിയിൽ അങ്ങനെ മാത്രം കാണല്ലോ, അപ്പൊ ആൺകുട്ടികളെ നമ്മൾ ഇങ്ങനെ കാണുന്നില്ലല്ലോ എന്നാണ് ഇവർ പറഞ്ഞു വരുന്നതിന്റെ മീനിങ്. ഇതിനൊന്നും എന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം കൈവിട്ടു പോകും. ബാക്കി കേൾക്കാം. വികാരം വരൂലേ ഏത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഈ റിപ്പബ്ലിക് ഡേയിൽ ഒരു മാതൃകയാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ചേട്ടൻ കമന്റ് ബോക്സിൽ വന്നിരുന്ന് കളമടിക്കുന്ന ആൺകുട്ടികൾ എല്ലാവരും ഈ ഒരു മാതൃക സ്വീകരിച്ചുകൊണ്ട് 26-ാം തീയതി
എന്റെ ദൈവം, കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ സാധനം കണ്ടു. ഒരു ചെറുക്കൻ ഇങ്ങനെ ഒരു വെട്ടിക്കഴിച്ച കവറൊക്കെ ഇട്ടോണ്ട് വരുന്നേ. ഇങ്ങനൊന്നും പറയല്ലേ എന്റെ പൊന്നു സുഹൃത്തെ. ലവന്മാരൊക്കെ അതും ഇട്ടോണ്ട് വന്നു കളയും. നിങ്ങളെ കാണിക്കാനായിട്ടെങ്കിലും അതൊക്കെ ചെയ്തോളെ. അമ്മമാര് തലതെറിച്ച വിത്തുകളാണ് പല മാതാപിതാക്കളും പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതെ. എനിക്ക് നിങ്ങളോടൊരു പ്രത്യേക നന്ദിയും കൂടെ പറയാനുണ്ട്. അത് വേറൊന്നുമല്ല. എനിക്ക് ഇത്ര നല്ലൊരു ബിസിനസ് ഐഡിയ തന്നതിനാണ്. ഞാൻ കഷ്ടപ്പെട്ട് പാട്ടുകളൊക്കെ നൊട്ടേറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ട് അതിനൊക്കെ റീച്ച് കിട്ടി. എന്ത് കഷ്ടപ്പെട്ട പണിയാണെന്നറിയോ ഇതൊക്കെ. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഇറക്കി ഒരു വീഡിയോ എടുത്താൽ പോരെ. ഞാൻ എന്ത് നൊട്ടേറ്റ് ചെയ്താലും ഈ നിപ്പിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് റീച്ച് കൂട്ടില്ലേ, വൈറലാക്കി. ഇതിനോട് എനിക്കൊരു ചെറിയ എതിരഭിപ്രായം ഉണ്ട് കേട്ടോ. കാരണം കൂടുതൽ സ്ത്രീകൾ ഇപ്പോ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ആകാനായിട്ട് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്റെ ഒരു ക്യൂരിയോസിറ്റി അവിടെ ഇല്ലേ എന്ന് പടച്ചു വിടുന്ന ചില പെൺകുട്ടികള് വിതച്ച മണ്ണിലാണ് ഇപ്പൊ പല പെൺകുട്ടികളും മുളച്ചോണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെ കുറെ ഓഡിയൻസിനെ നിങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടി കാണുന്ന ഉടനെ ഇങ്ങനെ നോക്കുന്നത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നോർമലായിട്ട് റീല് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേന് ഒരു 10 റീല് കണ്ടാൽ അതിൽ ഒരെണ്ണം എക്സ്പ്ലോസീവ് ആയിട്ട് ഒരു പെൺകുട്ടിയുടെ റീലായിരിക്കും. അതാണ് അതിന്റെ അൽഗോരിതം. ഇത് നിങ്ങൾ റീച്ച് ആവാൻ വേണ്ടി അങ്ങനെ കാണിക്കുന്നുണ്ട്. സോ പുരുഷന്മാര് മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന പരിപാടിയോട് ഞാൻ കൈ കൊടുക്കുന്നില്ല. പക്ഷെ സംഭവം ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ കാണുമ്പോഴത്തേനും കാതൽ ജേണി വെരികിറമോ അന്ത പീപ്പിൾസിനോട് ഞാൻ യോജിക്കുന്നില്ല. ഏതായാലും ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുള്ളിക്കാരി അങ്ങനത്തെ ഒരു വ്യക്തിത്വമല്ല. പുള്ളിക്കാരി വളരെ മാന്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് പോകുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ പുള്ളിക്കാരിയെ കയറി ചൊറിഞ്ഞത് കൊണ്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ റിയാക്ട് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോ ആ റിയാക്ട് ചെയ്യുന്നവർക്ക് ഓരോരുത്തർക്ക് പല പല റിപ്ലൈ എടുക്കുന്നതിൽ നല്ല ഒറ്റ റിപ്ലൈ കിട്ടുന്ന എല്ലാത്തിന്റെ ചെവിക്കൽ നോക്കി കർണകുറ്റിയൊക്കെ അടിച്ചു പൊട്ടിക്കുന്നത്. ഇതാണ് സംഭവം. അപ്പോ പുതിയ ബിസിനസ് ഐഡിയ നമ്മളെ പോലെ മാന്യമായിട്ട് ഇവരെ പോലെ മാന്യമായിട്ട് ചെയ്യുന്നവർക്കുള്ളതല്ല. ഇപ്പൊ ഈ പുതിയ ബിസിനസ് ഐഡിയ പുതിയതായിട്ട് റീച്ചില്ലാതെ നിൽക്കുന്ന വരുന്ന ആൾക്കാർക്ക് പറ്റാനുള്ളതാണ്. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ പല സ്ത്രീകളും വന്ന് കുറെ കാലം നല്ല രീതിക്കുള്ള വീഡിയോസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് ആ വീഡിയോക്ക് ഒന്ന് റീച്ച് കിട്ടാതാകുമ്പോൾ എന്തെങ്കിലും ഒരു തവണ എക്സ്പോസ് ചെയ്യുമ്പോൾ അത് റീച്ച് കിട്ടുമ്പോഴാണ് ഈ മെമ്പർഷിപ്പ് ലൈവ് മാങ്ങ തേങ്ങ കൊലക്കാന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോ ഈ കാണുന്ന ഓഡിയൻസിന്റെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഓഡിയൻസിന് അത് ഇഷ്ടമെങ്കിൽ കാണിക്കാൻ ഞാൻ ഓക്കെയാണെന്ന് ചിന്തിക്കുന്നതും ഒരു പ്രശ്നമല്ലേ. അപ്പൊ നമ്മൾ രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ഒരാളെ മാത്രം അടിച്ചാക്ഷേപിക്കുന്നുണ്ട്. ഞാൻ അതിനോട് യോജിക്കത്തില്ല. ബാക്കി പറയാം. ഇല്ല, എനിക്ക് ഫെയിം കിട്ടും, പൈസ കിട്ടും, എന്തൊക്കെ കിട്ടും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇനി മുതൽ വീഡിയോസ് എടുക്കുമ്പോൾ എന്ത് തന്നെ നൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിലും ഞാൻ അതാ ഇങ്ങനെ നിന്ന് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെ റീച്ച് കൂട്ടി വൈറലാക്കുമല്ലോ. എന്തായാലും ചേട്ടന്മാരെ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ വർഷം മാറരുത്. നിപ്പിള് കണ്ടാൽ, പൊക്കിള് കണ്ടാൽ, ക്ലീവേജ് കണ്ടാൽ ആ സ്ത്രീകളെ നമുക്ക് വായി തോന്നിയത് മുഴുവൻ പറയണം. അത് നമ്മുടെ അവകാശമാണ്. ആൻഡ് നിങ്ങളുടെ നിപ്പിളും മറ്റേ സാധനമൊക്കെ അങ്ങ് കട്ടും ചെയ്ത് കളയണം. കാരണം അങ്ങനെ നമുക്ക് മാതൃകയാവാൻ പറ്റുള്ളൂ. പിന്നെ ആരും അത് കാണുമില്ലല്ലോ. ഏത് അപ്പൊ എല്ലാവനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടോ. അപ്പൊ നമ്മളൊരു സ്ത്രീയുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ഇമാതിരി കമന്റുകളൊക്കെ ഇടാതിരിക്കാൻ ശ്രമിക്കുക. കമന്റുകൾ ഇടുന്ന മാതിരി മാന്യമായി സഭ്യമായിട്ടുള്ള കമന്റുകൾ ഇടുക. ഇല്ലെങ്കിൽ ഇമാതിരി റിയാക്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അണ്ണാക്കി പിരിയും വെട്ടിയിരിക്കും. ഏതായാലും ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ